തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത് കണ്ണില്ലാത്ത ക്രൂരത. സമാനമായ രീതിയിൽ കുട്ടികളെ മുറിവേൽപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതും പതിവെന്ന് ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരി പറയുന്നു. കുഞ്ഞുങ്ങളുടെ ജനനേന്ദ്രിയത്തിലും ഉള്ളംകാലിലും മർദ്ദിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ. അമ്മ എന്ന പേരിൽ ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്ന ക്രൂരതയുടെ വെളിപ്പെടുത്തൽ ജനം ടിവിയോട്. ജനം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ക്രൂരമായ വാർത്തയാണ് പുറത്തു വന്നത്. CWC അതായത് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയായ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച ആയമാരുടെ വാർത്ത. ആയമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റിലൊക്കെ ആയിട്ടുണ്ട്. അതായത് 2015 മുതൽ ശിശുക്ഷേമ സമിതിയിൽ ആയായിട്ട് ജോലി ചെയ്ത അവിടുത്തെ ഒരു ജീവനക്കാരി നമ്മോടൊപ്പം ചേർന്നുണ്ട്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ മുറിവേൽപ്പിക്കുന്നത് പതിവാണ്. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ കുഞ്ഞുങ്ങളെ അതിക്രൂരമായി വേദനിപ്പിക്കും. 2015 മുതൽ ആയി ജോലി ചെയ്ത ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലാണിത്. അവിടെ സ്ഥിരം വെച്ച് നടത്തുന്നത് കുറേ പേരുണ്ട്. നല്ല രീതിയിൽ ക്രൂരമായിട്ട് അവർ മർദ്ദിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഈ കാണാത്ത ഭാഗത്തെ അവർ ചെയ്യുള്ളൂ. ചീപ്പ് വരെ ഇട്ട് അടിച്ച് അതൊന്നും പറയാൻ പറ്റൂല. ചീപ്പ് ഒരു പെൺകൊച്ചു അനു എന്നുള്ളൊരു കൊച്ചുണ്ട്. അത് കൊച്ചു മന്ദബുദ്ധിയാണ്. അപ്പം ആ കൊച്ചിനെ അടിച്ച് എനിക്കത് ഇന്നും ഞാൻ മറക്കൂല. അത് ഇവിടെ ഒന്ന് നല്ല വെളുത്ത ഒരു കൊച്ചാണ്. തൊടയിൽ ചീപ്പ് വെച്ച് അടിച്ചു. പലതവണ കുട്ടികൾ കേൾക്കുന്ന പീഡനത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും ജീവനക്കാരെല്ലാം ഒറ്റതിരിഞ്ഞ് ആക്രമണം നടത്തുന്നത് മാത്രമാണ് ഫലം. ഞാനിത് പറഞ്ഞതിന് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും എനിക്കെതിരെ തിരിഞ്ഞു. എന്നുവെച്ചാൽ അവർക്കത് പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, അതിനെന്തിനാണ് നിങ്ങൾ ഒരാളെ ജോലി പോയിട്ട് നിനക്ക് എന്തോന്നാണ് കിട്ടാൻ? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യം. കുഞ്ഞുങ്ങളുടെ ഉള്ളംകാലിൽ വരെ മർദ്ദിക്കുന്ന തരത്തിലുള്ള പോലീസ് മുറ. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളടാതായിരുന്നാലും അടിക്കണതാണെങ്കിൽ അവർ ആ സ്ഥാനത്തേ കൊടുക്കും. പിന്നെ ഈ കാലിൻ്റെ ഉള്ളംകാല് അത് കൊടുക്കും. അതൊക്കെ അവർക്കൊരു ഞാക്കുണ്ട്. എനിക്കറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. സർക്കാർ സംരക്ഷണയിലേക്ക് വരുന്ന ആരോരുമില്ലാത്ത കുട്ടികളെയാണ് ഈ ജീവനക്കാര് ഇത്തരത്തിൽ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നതും അത് പുറം ലോകം അറിയാതെ അവിടെ തന്നെ ഒതുക്കി തീർക്കുന്നതും. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.